ദേ ഇപ്പം കണ്ട ഈ കക്ഷിയില്ലേ, ഇതാണ് സാക്ഷാൽ ഇ ജോൺ ജേക്കബ്. കക്ഷിയാണ് കേരള രാഷ്ട്രീയത്തിൽ താടി പുരാണം ഉണ്ടാക്കിയ ആൾ. പുള്ളിക്കാരനൊരു പഴയ കേരള കോൺഗ്രസ്സുകാരനായിരുന്നു. 1967 തിരുവല്ലയിൽ നിന്നാണ് ആദ്യമായിട്ട് നിയമസഭയിൽ വന്നത്. കക്ഷിയുടെ ഒരു തമാശ എന്ന് പറഞ്ഞാൽ കക്ഷി കർഷകരുടെ നേതാവായിരുന്നു. അപ്പോൾ കർഷക തൊഴിലാളികളും കർഷകരും തമ്മിൽ കുട്ടനാട്ടിൽ സംഘർഷം നടക്കുന്ന കാലമാണ്. അപ്പോൾ ഇ ജോൺ ജേക്കബ് ഒരു മുൻ പട്ടാളക്കാരനാണ്. സൈന്യത്തിൽ നിന്നൊക്കെ വന്ന് രാഷ്ട്രീയത്തിൽ കടന്ന ഒരാളാണ്. അപ്പോൾ ഇ ജോൺ ജേക്കബ് സ്വന്തമായിട്ട് ഈ തൊഴിലാളികളെ നേരിടാൻ വേണ്ടി ഒരു സേന ഉണ്ടാക്കി. കർഷകരുടെ ഒരു സേന, ഒരു കുറുവടി, മുണ്ടും ബനിയനും ഒക്കെയുള്ള ഒരു പ്രത്യേക സേന. ഇവർ തമ്മിൽ പലപ്പോഴും സംഘടന ഉണ്ടായി. അങ്ങനെ EM സർക്കാരിൻ്റെ കാലത്ത് ഒരു സംഘടനത്തിൽ ഇ ജോൺ ജേക്കബിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അങ്ങനെ ജയിലിൽ കിടന്ന് കുറച്ചാൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും പുള്ളി ഒരു പ്രതിജ്ഞ എടുത്തു. ഇനി EM സർക്കാർ രാജിവെക്കാതെ ഞാൻ താടി വടിക്കില്ല എന്നുള്ളതായിരുന്നു പ്രതിജ്ഞ. അങ്ങനെ ഇ ജോൺ ജേക്കബ് താടി വളർത്താൻ തുടങ്ങി. അപ്പോൾ ഓർക്കണം, 1967 സപ്തകക്ഷി മുന്നണിയാണ്, 7 കക്ഷികൾ ചേർന്നുള്ള മുന്നണിയാണ് അധികാരത്തിലെത്തിയത്. അന്ന് EMS അധികാരമേറ്റ ഉടനെ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നത് ഈ സർക്കാരിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുമെന്നുള്ളതാണ്. എന്തായാലും മുന്നണിയിലെ തന്നെ പ്രശ്നങ്ങളുകൊണ്ട് അവസാനം 69 രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ രാജിവെച്ചതിനെ തുടർന്ന് 1969 നവംബർ 1 തീയതി ആദ്യമായിട്ട് C. അച്യുതമേനോൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിച്ചു. അന്ന് ഈ ഇ ജോൺ ജേക്കബ്, അതുവരെ താടി പഠിക്കാതെ നടന്ന ഇ ജോൺ ജേക്കബ്, എടത്വ പള്ളിയിലെ മൈതാനത്ത് തൻ്റെ അനുയായികളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ അനുവാദം ചോദിച്ചിട്ട് സ്റ്റേജിന് പുറകിൽ പോയി താടിയൊക്കെ ഓടിച്ചിട്ട് പിന്നെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഇ ജോൺ ജേക്കബ് ഇങ്ങനെയൊക്കെ ആയത് കേരളവും.